എയർ ഫുൾ ആയെങ്കിലേ വീല് റിലീസ് ആവുള്ളൂ. ഇപ്പൊ വീല് ജാമായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പം ന്യൂട്രൽ പോയിന്റ് ഫസ്റ്റ് സെക്കൻഡ് ആയിട്ടാണ് സാധാരണ വലിയ വണ്ടി എടുക്കുക. നമ്മൾ ലോഡ് ഗിയറിന്റെ ആവശ്യം. ഇവിടെ ഓയിൽ ഉണ്ട് കേട്ടോ. ഓയിലിന്റെ ലെവലാണിത്. താഴെ നിൽക്കണം. ഈ ലെവലില് താഴെ നിൽക്കണം. റേഡിയേറ്ററിന്റെ വെള്ളവും കൂടെ നമ്മൾ നോക്കണം. അപ്പൊ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലൈലാൻഡ് ബസ് എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ജോജി ചേട്ടൻ്റെ ബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജോജി ചേട്ടനാണ്, ചെറിയൊരു കലാകാരനാണ്. അത്യാവശ്യം ഗാനമേളയ്ക്ക് പാട്ടൊക്കെ പാടാൻ പോകുന്നതാണ് ജോജി ചേട്ടൻ. നമുക്ക് പറ്റുമെങ്കിൽ ജോജി ചേട്ടനോട് പാട്ട് പാടാമെന്ന് ചോദിക്കാം. നമ്മുടെ ക്യാമറാമാൻ റോണിക്കുട്ടനുണ്ട് കൂടുതൽ. അപ്പോൾ ജോജി ചേട്ടൻ നമുക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മൾ ബസ് ഓടിക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ ഓയിലും റേഡിയേറ്ററിൻ്റെ വെള്ളവും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അത് ആദ്യമായിട്ട് ഇവിടെ മിക്കവാറും ഉള്ള ലൈലാൻഡ് വണ്ടിക്കെല്ലാം ഇങ്ങനെയായിരിക്കും. ഇവിടെയാണ് വെള്ളം ഒഴിക്കുന്നത് അല്ലേ? ഇപ്പം നിലവിലിപ്പം വെള്ളം ഉണ്ട്, ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിലാണ് നോക്കേണ്ടത്. എഞ്ചിൻ ഓയിൽ നോക്കണമെങ്കിൽ ബോണറ്റ് ഇങ്ങനെ പൊക്കണം. ഇതുപോലെ ഇത് റബ്ബറിൻ്റെ ഇങ്ങനെ ഒരു കൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൊക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ എഞ്ചിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും സംഭവങ്ങളൊന്നും പറയുന്നില്ല. ഒരു 4 സിലിണ്ടർ എഞ്ചിനാണിത്. 4 സിലിണ്ടർ അല്ലേ ചോദിച്ചാ? എയർ ബ്രേക്ക് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്രസറാണ് കാണുന്നത്. ഇവിടെയാണ് ഓയിൽ ഫില്ല് ചെയ്യുന്നത്. ആ ഓയിലിൻ്റെ ഡിസ്റ്റിക്ക് അതുകൊണ്ടൊന്ന് കാണിച്ചാൽ അതാണ് ഡിസ്റ്റിക്ക്. ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിൻ്റെ ആണ് ഓയിലിൻ്റെ ലെവല്. ഇവിടെ ഓയിലുണ്ട് കേട്ടോ. ഓയിലിൻ്റെ ലെവലാണിത്. ഈ ലെവലിൽ താഴെ നിൽക്കണം കേട്ടോ. ഏതൊരു ഡ്രൈവറാണെന്ന് പറഞ്ഞാലും അപ്പോൾ ഇങ്ങനെ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേനും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കണം. വെള്ളം ഒഴിക്കുക. അല്ലാതെ ചാടി കയറി ഒരിക്കലും വലിയ വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കരുത്. ഇതാണ് ഇതിൻ്റെ ചോദിച്ചാൽ അതുകൊണ്ട് പറഞ്ഞാൽ ബാറ്ററിയുടെ കട്ട് ഓഫ് ആണ്. ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. എപ്പോൾ നിർത്തിയാലും കട്ട് ഓഫ് ചെയ്തു. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോയി മെയിനായിട്ട് നമുക്ക് DC പവർ ഓഫ് ആക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ സാധാരണ എല്ലാ വണ്ടിക്കും ഉള്ള പോലെയൊക്കെ തന്നെ GPS കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് അടച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ ബാറ്ററിയുടെ ബോക്സുകൾ കാണാം. ഇത് സാധാരണ ബസ്സിനൊക്കെ ഒരു 24 12 വോൾട്ടിൻ്റെ 2 ബാറ്ററി വെച്ച് 24 ആക്കിയാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ അതിന് പവർ കൊടുക്കുന്നത്, DC പവർ കൊടുക്കുന്നത്. 24ൻ്റെ സ്റ്റാർട്ടർ ആയിരിക്കും ലൈലാൻഡ് വണ്ടികൾക്കൊക്കെ വരുന്നത്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യമുള്ള ടൂൾസുകളും കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാ വണ്ടിയിലും വയ്ക്കുന്ന പോലെ തന്നെയാണ്. അതാത്തോ ചോദിച്ചാൽ ഈ പെട്ടിപ്പുറം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരുപാട് ഓർമ്മകൾ നമുക്ക് കിട്ടുന്ന ഒരു പെട്ടിപ്പുറമാണ്. ഇങ്ങനെ ഇരിക്കും. കൊച്ചിലേക്ക് വന്നു പോകുമ്പോൾ ഞാൻ നെടുമങ്ങോട്ടുള്ള എൻ്റെ മാമൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ KSRTCയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പോയിരിക്കും. KSRTCക്ക് പെട്ടിപ്പുറമില്ല, ആ സൈഡിൽ പോയി ഇങ്ങനെ ആ സീറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കി ഡ്രൈവർ ഓടിക്കുന്നെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണേ. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കാണിച്ച് എന്തെങ്കിലും ഫൗൾ ആകണ്ടെന്ന് ഓർത്താണ് ഞാൻ നമ്മളെ ജോയി ചേട്ടനെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വണ്ടി ന്യൂട്രാണേ. ഓൺ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സ്വിച്ച്. ഇത് പ്രസിംഗ് ബട്ടൺ. അതാ എനിക്ക് അതിന് മുന്നായിട്ട് എയറിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടേ. എയറിന്റെ ടാങ്ക് എയറിന്റെ ടാങ്കാണ് ഇത്. എയറിന്റെ രണ്ടെണ്ണം ഉണ്ട്. ഇത് ബാറ്ററിയുടെ ആംബിയർ നോക്കാം. ബാറ്ററിയുടെ ആംബിയർ, സ്പീഡോമീറ്റർ, ഡീസൽ മീറ്റർ, ഇത് ഫ്യൂൽ മീറ്റർ, ഇത് ടെമ്പറേച്ചർ അല്ലേ? അല്ല, ഇത് RPM മീറ്റർ. ഓൺ ചെയ്തു. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്. എപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇപ്പം ഓൾറെഡി ഓണിലാണ്. ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. എയർ ആയെങ്കിൽ മാത്രമേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകാൻ പറ്റുള്ളൂ. വണ്ടി ഇപ്പം വീല് ജാമാണ്. നിലവിൽ ഇപ്പം വീല് ജാമായിട്ടിരിക്കുക. എയർ കംപ്ലീറ്റ് ഇറങ്ങി നിൽക്കുക. ഇപ്പം നമ്മൾ വീല് ഇപ്പം റിലീസ് ആണെന്നുണ്ടെങ്കിൽ എയർ കയറണം. ടാങ്കിൽ എയർ ഫുൾ ആയെങ്കിലേ വീല് റിലീസ് ആവുള്ളൂ. ഇപ്പം വീല് ജാമായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ ഇത് സ്റ്റാർട്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് ഫാൻസ് ഉള്ള ഒരു സംഭവം ഇത്. ഈ ഒരു ലൊക്കേഷന് ലൈലാൻഡ് എന്നുള്ള ആ ലോഗോയ്ക്കും ഈ ഒരു കപ്പിനും ഈ ഒരു വളയും ഒരുപാട് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ഹോട്ട് സീറ്റ്. ശരിയല്ലേ റോണി? ഓക്കെ. അപ്പോൾ ഇതിനെ അപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഗിയറോട് പറഞ്ഞാലേ. ഇതിപ്പം ന്യൂട്രൽ പോയിന്റ് ഫസ്റ്റ് സെക്കൻഡ് ആയിട്ടാണ് സാധാരണ വലിയ വണ്ടി എടുക്കുക. നമ്മൾ ലോഡ് ഗിയറിന്റെ ആവശ്യമില്ല. നമുക്ക് ലോഡ് ഗിയറിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഇതാണ് ലോഡ് ഗിയർ. ഒന്ന് കാണിച്ചു. ലോഡ് ഗിയർ എന്ന് കാണിച്ചു. ഇതിപ്പോ ന്യൂട്രാണ്. മേലോട്ടാണ് ലോഡ് ഗിയർ. ലോഡ് ഗിയർ നമുക്ക് വണ്ടി എടുക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും സെക്കൻഡിലാണ് സാധാരണ ലൈലാൻഡ് ഹൈ ഇതാണെങ്കിൽ മാത്രമേ ലോഡ് ഗിയർ നമ്മൾ കൊടുക്കുള്ളൂ. ഓക്കെ. ഇത് സെക്കൻഡ് എടുക്കുന്നു. നേരെ പോയി തേർഡ്, ഫോർത്ത്, ടോപ്പ്. റിവേഴ്സ് അങ്ങോട്ട് വരുന്നത് അങ്ങേറ്റത് ലോഡിന്റെ നേരെ താഴെ. ഓക്കെ. അപ്പൊ ആ റിവേഴ്സിന് ലോഡ് ഗിയർ മാത്രം തള്ളിയാൽ മതി അല്ലേ? തള്ളിയാൽ മതി. ഇതിൽ തന്നെ 100 പോയിന്റ് ഇടുക.
സെൽഫ് അടിക്കുക. അപ്പോൾ ആ സ്റ്റാർട്ടാക്കുന്ന ഒരു കറമ്പത്തിലേക്ക് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റേസ് നല്ലപോലെ റേസ് ചെയ്താലേ ഉള്ളൂ എയർ കയറുള്ളൂ. റേസ് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ പെട്ടെന്ന് എയർ ടാങ്ക് ഫില്ലാകും. അപ്പോൾ വലിയ വാഹനങ്ങളുടെ എയർ ബ്രേക്ക് സിസ്റ്റം, അതുപോലെ തന്നെ എയർ ഡോറ്, അതുപോലെ തന്നെ എയർ സസ്പെൻഷനുള്ള വണ്ടിയാണെങ്കിൽ അതും എല്ലാ എയർ സംവിധാനത്തിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടിയുടെ എയർ നിർത്തിയിടുന്ന സാഹചര്യത്തിലേക്കാണെങ്കിൽ ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിലും എയർ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് നാളത്തെ അങ്ങനെ എയർ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. കാലക്രമേണ അത് എയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും സർവ്വസാധാരണമാണ്. അത് നമ്മൾ എവിടെയൊക്കെ അത് കംപ്ലയിൻറ്റ് തീർത്തിട്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അതിൻ്റെ ചെറിയ എയറൊക്കെ ലീക്കായിട്ട് എയർ രാവിലേക്ക് എടുക്കുമ്പോഴത്തേന് എയർ ഔട്ടായി പോകും. മിക്കവാറുമുള്ള വണ്ടികൾക്കെല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതാണ്. അപ്പം നിങ്ങൾ മിക്കവാറുമുള്ള വണ്ടികളൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണത്തില്ല, എയർ എടുക്കുന്നതായിട്ട് നമുക്ക് കാണത്തില്ല. അപ്പോൾ ഇതിപ്പം ഈ വണ്ടി ഇപ്പം നിർത്തിയിട്ട് 2-3 ദിവസമായിരുന്നു, കംപ്ലീറ്റ് എയർ ഇറങ്ങിപ്പോയായിരുന്നു. പുതിയ മോഡൽ വണ്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എയർ ആകും. ഇപ്പോൾ ഇത് ഒരു 8-10 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എയർ ഫില്ലാണെങ്കിൽ കുറച്ച് താമസം എടുക്കുന്നുണ്ട്. എയർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോപ്പർ. അതിൻ്റെ ആ ഒരു സ്റ്റോപ്പറിൻ്റെ എന്താ നോബ് പൊട്ടിപ്പോയതാണ്, അതുകൊണ്ട് അങ്ങനെ കേബിൾ ഇട്ടേക്കുന്നതാണ്. പിന്നെ ചോദിച്ചാൽ നമ്മളൊരു കാര്യം, എയർ കുറവായിട്ട് നമ്മൾ ചോദിക്കാൻ മറന്നുപോയതല്ല, എയർ ആകട്ടെന്ന് കരുതി. ഇതിൻ്റെ ആ എയർ ഡോറിൻ്റെ സംവിധാനം ഇതാണ് എയർ ഡോറിൻ്റെ സ്വിച്ച്. എയർ ഡോറിൻ്റെ സ്വിച്ച് ബാക്കും ഫ്രണ്ട് ഒന്ന് തന്നെയാണ്. ബാക്കും ഫ്രണ്ട് ഒറ്റ ഇതാണ്. ഇപ്പം നിലവിൽ ഇപ്പം എല്ലാ ബസ്സുകൾക്കും ഈ ഡോറ പീസറില്ല. കണ്ടക്ടർ തന്നെ ഡ്യൂട്ടി ചെയ്യുന്നത്, ഡ്രൈവർ തന്നെയാണ് ഇപ്പം ഓണും ഓഫും ചെയ്യുന്നത്. അപ്പം ഡോർ ഓഫീസർക്ക് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർ തന്നെയാണ് ഡോർ തുറക്കുക മടക്കുകയും ചെയ്യുന്നത്. അപ്പം ഡ്രൈവറുടെ സൈഡിലാണ് ഇതാണ് സ്വിച്ച്. ഇത് താഴോട്ട് ഇരിക്കുമ്പോൾ ഓപ്പണായി, ഡോർ ഓപ്പണായി. ഇതിപ്പം തിരിച്ച് മേളിൽ എടുക്കുമ്പോൾ ഡോർ ലോക്കായി. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണേ. ആ ആ ആ ആ ഇതാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം നേരെ താഴോട്ട്. എടുത്തോ സെക്കൻഡ് നേരെ താഴോട്ടിട്ടു. ഇപ്പൊ തേർഡ് ഗിയറാണ്. ഫോർത്ത് ഗിയറാണ്. അഞ്ചാമത്തെ ഗിയർ അല്ലേ? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു കാലഘട്ടത്തിൽ അതുപോലെ ബസ് ഓടിക്കണമെന്നുള്ള, ഈ ലൈലാൻഡ് ബസ് ഓടിക്കണമെന്നുള്ള അതിനുള്ള ഇഷ്ടം കാരണം എവിടെ യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും, കൊച്ചിയിലേക്ക് എവിടെ യാത്ര ചെയ്തെന്നാലും പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പെട്ടിപ്പുറത്ത് പോയി സ്ഥാനം പിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വണ്ടി എന്ന് പറയുമ്പോൾ ലൈലാൻഡിൻ്റെ ലിങ്ക്സ് എന്നൊരു മോഡലാണ്. ഇത് കട്ട്ചേസ് വണ്ടിയാണ്. ഇതൊരു 32 സീറ്റ് വണ്ടിയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിൻ്റെ ടയർ സൈസും ഒക്കെയാണല്ലോ 1020 ടയറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഓടിക്കാൻ വീതിയും ഒക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ നീളം കട്ട്ചേസ് ആയതുകൊണ്ട് തന്നെ നീളം കുറച്ച് കുറവാണ്. ക്ലച്ചൊക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ എയർ ക്ലച്ചൊന്നുമല്ല, മാനുവൽ ക്ലച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബസ് ഓടിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെറുവണ്ടിയൊക്കെ ഓടിക്കുന്നതല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാര്യം ഓടിക്കാൻ സംഗതി സിമ്പിളാണെന്ന് പറഞ്ഞാലും വണ്ടി കുറച്ച് ഇതുപോലെ തന്നെ വീതിയും നീളവും ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് മറ്റു വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ അത് കുറച്ച് കൃത്യമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള
ഡ്രൈവിംഗ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സാധാരണ ബസ് പോലുള്ള ഹെവി വാഹനങ്ങളൊക്കെ ഓടിക്കണമെങ്കിൽ കുറച്ച് പ്രാക്ടീസൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഇങ്ങനെ ഈ പ്രാക്ടീസിനുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രാക്ടീസായിട്ടുള്ള ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ കുറച്ച് ഡൊണേഷൻ പോലെ കുറച്ച് പൈസ കൊടുത്തിട്ട് ആണ് നമ്മൾ പ്രാക്ടീസിന് കയറിക്കൊണ്ടിരുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്. സാധാരണ വണ്ടി പോലില്ല, നമുക്ക് റിവേഴ്സൊക്കെ എടുക്കണമെങ്കിൽ നല്ല ബാക്കിലത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റും. നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഇട്ട് തിരിക്കുന്ന സമയത്തൊക്കെയാണല്ലോ നല്ലപോലെ നമുക്ക് ബാക്ക് സൈഡ് നല്ല രീതിയിൽ ഡ്രൈവർ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരു കുറച്ച് കിലോമീറ്ററുകൾ ഓടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ വണ്ടിയായിട്ട് നല്ല സെറ്റാകും. പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ക്ലച്ച് കുറച്ച് കട്ടിയുണ്ട്. ഞാനിപ്പോൾ കുറേ കാലം കൂടിയാണ് ബസ്സൊന്ന് ട്രൈ ചെയ്യുന്നത്. ഒരു കാലഘട്ടം എന്ന് പറയാം. ഒരു കാലഘട്ടത്തിലെ ഒരു സ്ഥിരമായിട്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ. ഈ റൂട്ടിൽ തന്നെ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടിലെല്ലാം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പറഞ്ഞ പുതിയ മോഡൽ വണ്ടികൾക്കൊക്കെ എല്ലാം എയർ ക്ലച്ച് സംവിധാനങ്ങളാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ വണ്ടി ഓടിക്കാൻ നല്ലൊരു ആയാസം രഹിതവും നല്ല അത്ര പണിയില്ല. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കെല്ലാം എയർ ക്ലച്ച് സംവിധാനവും അതുപോലെ തന്നെ ബ്രേക്കൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നല്ല ABS ബ്രേക്ക് സിസ്റ്റമൊക്കെയാണ്. അതുകൊണ്ട് വണ്ടി ഓടിക്കാനൊക്കെ പണി വളരെ എളുപ്പമാണ്. ഈ വണ്ടിയുടെ ക്ലച്ച് ഒരു മാനുവൽ ക്ലച്ച് സിസ്റ്റമാണ്. അതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട് ക്ലച്ചിന്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വല്ലാത്തൊരു ഫീലാണ് ഈ ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല സുഖമാണ്. പിന്നെ ഈ ഒരു ഗിയർ സിസ്റ്റമാണെങ്കിൽ നമുക്ക് ചേർന്നിരിക്കുന്നുണ്ട്, നമ്മുടെ ഡ്രൈവർ സീറ്റിനോട് ചേർന്നിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്, ഡൗൺ ചെയ്യാനും എല്ലാം വളരെ എളുപ്പമാണ്. ഈ വണ്ടി നീളം കുറഞ്ഞ വണ്ടി കട്ട്ചേസ് മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൈകാര്യം ചെയ്യാൻ ചെറിയ ഇടയിലൊക്കെ ഇട്ട് തിരിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി തരണേ. നമ്മളങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നതല്ല, സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് തീരെ കുറവാണ്. നമുക്ക് കാലത്തിനൊത്തൊരു പുരോഗതി വേണ്ടേ. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടഡ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൂടുതൽ വീഡിയോസൊക്കെ ഇടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് ഒരു ലൈക്ക് ഒക്കെ തരിക. പിന്നെ സെൻട്രൽ ലൈൻ മനസ്സിലാകണമെങ്കിൽ ഈ ബസ്സിൻ്റെ ഓടിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ മറ്റേ കാറിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സെൻട്രൽ ലൈൻ നോക്കി വണ്ടിയുടെ പകുതിക്കാണ് നമ്മൾ ഈ ഡ്രൈവർ സീറ്റ് ഇരുന്ന് നോക്കുമ്പോഴത്തേനും ആ ലൈൻ വണ്ടിയുടെ പകുതിക്ക് നിൽക്കുകയാണെങ്കിൽ അതാണ് ലെഫ്റ്റ് ഇടതുവശത്തെ ടയറിൻ്റെ ആ ഒരു ലെവൽ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പം നമ്മളിവിടെ തിരിക്കാൻ പോവുകയാണ്. ഇവിടെ റോഡിന് വട്ടം തിരിക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെ ആവുമെന്നുള്ളത് അറിയില്ല. വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇടത് സൈഡ് പരമാവധി നമ്മൾ കയറി ഇടതുവശം പരമാവധി ചേർത്ത് നമ്മുടെ കറക്കമാണ്. നമ്മുടെ നാട്ടിലെ ചെറിയൊരു വളവാണ്, 8ാം മൈൽ വളവെന്ന് പറയും. ഈ വളവിൽ ഇടതുവശം പരമാവധി കയറ്റി ഫുള്ള് വട്ടം ഓടിച്ചിരിക്കുകയാണ്. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നീളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഓടിച്ചെടുക്കാൻ ഈസിയായിട്ട് വണ്ടി തിരിഞ്ഞു വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് റിവേഴ്സ് വെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഈ നീളം കൂടിയ സാധാരണ നമ്മൾ ഈ കാറും അങ്ങനെയുള്ള ചെറിയ വണ്ടികളൊക്കെ ഓടിക്കുന്ന ആളുകൾ ബസ്സൊക്കെ ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ പരമാവധി തിരിയുമ്പോൾ വലത്തോട്ടുള്ള വളവുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇടതുവശം പരമാവധി നമ്മൾ ഇടതുവശം യൂസ് ചെയ്ത് ഇടതുവശം കയറ്റിയെടുത്ത് നമ്മൾ തിരിക്കണമെങ്കിൽ മാത്രമേ വണ്ടി തിരിഞ്ഞ് വരത്തുള്ളൂ. വണ്ടിയുടെ നീളം കൂടുന്നതനുസരിച്ച് അതിന് വ്യത്യാസം വരുന്നതാണ്. ഇല്ല നമ്മൾ കാറ് ഒക്കെ തിരിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് നീളം കുറഞ്ഞ വണ്ടികളൊക്കെ ഓടിച്ച് തിരിക്കുന്ന പോലെ തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബാക്ക് സൈഡ് വലതുവശം ബാക്ക് സൈഡൊക്കെ ഫുള്ള് റോങ് സൈഡായിരിക്കും വണ്ടിയുടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോയിലൊക്കെ അത് കൂടുതൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബസ്സിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ലോങ് നീളം കൂടിയ ബസ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ബസ്സിലുള്ള ഡ്രൈവർ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. വണ്ടി ഓടിച്ചൊന്ന് ഇത്ര ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് പോകുന്നതല്ലേ, അപ്പം പണി കിട്ടാൻ പാടാണ്. പക്ഷേ പണി കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച്
ഒരു 10 പേര് വണ്ടി ഓടിച്ച് നമ്മൾ വണ്ടി ഓടിക്കും, അവൻ എന്താ കുഴപ്പമില്ലാതെ ഓടിച്ചുകൊണ്ട് പോവും, ഡ്യൂട്ടി ചെയ്യാം, മിടുക്കനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വണ്ടി ഓടിച്ചൊന്ന് കൈ തെളിഞ്ഞാൽ പിന്നെ ഓക്കെ, ഇഷ്ടംപോലെ വണ്ടികളെ നമുക്ക് മാറി മാറി പണിയെടുക്കാൻ പറ്റും. നമുക്ക് ആരോഗ്യമുള്ള അത്രയും കാലം നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഈ ബസ് ഉള്ള പണികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്നുമുള്ള ജോലിയാണ്. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണും. പുതിയതായിട്ട് വാഹന മേഖലയിലേക്ക്, അതായത് ഈ ബസ് ഫീൽഡിലേക്കൊക്കെ വരുന്ന നമ്മുടെ സഹോദരന്മാർക്ക് ഇതിൻ്റെ ജസ്റ്റ് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ടുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ കൊണ്ട് ഒരിക്കലും ഒരാൾ ഡ്രൈവിംഗ് പഠിക്കത്തില്ല. അപ്പം ജസ്റ്റ് അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് ഒരു ബസ് ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അത്ര മാത്രമേ ഉള്ളൂ, അല്ലേ ചോദിച്ചാൽ? തീർച്ചയായും. അപ്പോൾ നമ്മുടെ സുഹൃത്താണ്, ഞങ്ങൾ നേരത്തെ ഒന്നിച്ചൊരു ബസ് റോബിൻ ബസ് കമ്പനിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്. പുള്ളി ഇപ്പോൾ സ്വന്തമായിട്ടുള്ള വണ്ടി പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയാണിത്. ഇപ്പോൾ ഇതിപ്പം TP ഓടുക അല്ലേ? കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി TP ഓടാൻ വേണ്ടി എടുത്തിട്ടിരിക്കുകയാണ്. എടുത്തിരിക്കുന്ന വണ്ടിയാണ്. ബുധനാഴ്ച തൊട്ട് ഓടാൻ തുടങ്ങും. ബുധനാഴ്ച തൊട്ട് TP ആവും അല്ലേ?